ഇനി ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിലാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാനായിട്ട് പല കാരണങ്ങളുമുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിനെക്കുറിച്ച് പല സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല പല കാര്യങ്ങളുമുണ്ട് രണ്ടാൾക്കാർക്കും വ്യത്യസ്തമായിട്ട്. അപ്പോൾ പരസ്പരം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, തുല്യരായിട്ട് പോകാൻ ഉള്ള രണ്ട് പേര് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഉള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക കാര്യങ്ങൾ, അതും പ്രത്യേകിച്ച് ഒട്ടും മാറിയിട്ടില്ലാത്ത ഒരു സമൂഹത്തിന് നടുവിൽ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ ഞങ്ങൾ രണ്ടാളുകളും രണ്ട് രീതിയിലാണ് മറികടക്കുന്നത്. എൻ്റെ സ്വഭാവത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പൊതുമധ്യത്തിൽ മുന്നോട്ട് പോകാൻ ഉള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആരെയും പരസ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിനോ പരസ്യമായിട്ടൊരു കാര്യം സംസാരിക്കുന്നതിനോ പരസ്യ ജീവിതത്തിന് എനിക്ക് പ്രശ്നമില്ല. എൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആൾ അങ്ങനെയല്ല. അവർക്ക് പല സ്വകാര്യതകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർക്ക് എന്നെപ്പോലെ അത്ര ഓപ്പണായിട്ട് ജീവിക്കാനും സംസാരിക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ രണ്ടാൾക്കാർ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും എന്തൊക്കെയാണ് എന്നുള്ളത് ചിന്തിക്കാവുന്നേ ഉള്ളല്ലോ. പക്ഷേ ഞങ്ങളുടെ രണ്ടാളുകളുടെയും പ്രത്യക്ഷത്തിൽ ഞങ്ങൾ രണ്ടാളുകളാണെങ്കിലും പരോക്ഷമായിട്ട് ഞങ്ങൾ ഒന്നാണ്. അങ്ങനെ വേണം ചുരുക്കി പറയാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ കാര്യം ഇങ്ങനെ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ചുറ്റുമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വിവാഹം എന്ന സിസ്റ്റം ഇനിയും തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങളുടെ കാര്യം നടത്തിത്തരിക എന്നുള്ളതാണ്. അതിനുള്ള ബാധ്യത ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ട്. എല്ലാവരെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. എന്നാൽ പ്രത്യേകം ആരെയും എടുത്തു പറയുന്നുമില്ല. അപ്പോൾ വെറുതെ ഹിബോൺ എന്തു ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്തു ചെയ്യും, കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. എൻ്റെ ഓപ്പോസിറ്റുള്ള ആൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുകയും ചെയ്യും. ബാക്കിയുള്ളതിന് നിങ്ങളാണ് ചെയ്യേണ്ടത്. വെറുതെ നോക്കിക്കൊണ്ട് നിന്നാൽ കാര്യങ്ങൾ കുഴയത്തേ ഉള്ളൂ എന്നാണ് എനിക്ക് സിമ്പിളായിട്ട് പറയാനുള്ളത്. ഇനി ഈ സംഭവം ഇത് ഞാൻ തന്നെ എൻ്റെ സ്വന്തം പേരിൽ നിന്ന് ചെയ്തതാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, എനിക്കതുകൊണ്ടൊരു ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ഇതിൻ്റെ ഗൗരവം അറിയത്തില്ലാത്ത ആളൊന്നുമല്ല ഞാൻ സമൂഹത്തിൽ പരസ്യമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്. അപ്പോൾ പിന്നീട് എനിക്കറിയാം, ഇത്ര റിസ്ക് എടുത്ത് ജീവിക്കുന്ന എനിക്കറിയാം, മറ്റൊരാൾ ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ എവിടം വരെ പോകുന്നു. ഞാൻ ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങേയറ്റം വരെ പോകുന്നയാളാണ്. അപ്പോൾ എനിക്കറിയാം ഒരാൾ പോയി കഴിഞ്ഞാൽ, ഒരാൾ ഇറങ്ങി തിരിച്ചാൽ എവിടം വരെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാര്യം ഞാൻ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ടായിരുന്നു. അതിനനുസരിച്ച് എൻ്റെ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് നയിക്കേണ്ടതുണ്ടായിരുന്നു. എൻ്റെ കാര്യങ്ങൾ എന്താണോ എനിക്ക് ആവശ്യം ഉള്ളത് അത് ഞാൻ ചെയ്തു തീർത്ത് കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ ഈ നിലവാരത്തിലോട്ട് എത്തിയത്. പക്ഷേ അവസാനം എനിക്ക് അനിഷ്ടപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായി. അത് തന്നെ പരോക്ഷമായിട്ട് ബാധിച്ചില്ലെങ്കിൽ പോലും എനിക്ക് കുറച്ച് വിഷമമുണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ടായി എന്നുള്ളത് സത്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇവിടുത്തെ സിസ്റ്റത്തെക്കുറിച്ച് നന്നായിട്ടറിയാം. നല്ല സാമൂഹ്യ ബോധമുള്ള കൂട്ടത്തിലാണ് ഞാൻ. പ്രത്യേകിച്ച്
എൻ്റെ മുന്നോട്ടുള്ള ലക്ഷ്യം, എൻ്റെ ജീവിതമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ എനിക്കെതിരെ ഒരാൾക്ക് പരാതിപ്പെടണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നും ഞാൻ എന്നെ ഹരാസ് ചെയ്യുന്നുവെന്നും അവൻ എന്നെ ഹരാസ് ചെയ്യുന്നുവെന്നും പോയി പരാതിപ്പെട്ടല്ലാതെ ഒരു വിധത്തിലും എന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ ഇത്ര മൂച്ചയോടുകൂടി പറയുന്നത്, അങ്ങനെ ഒരാൾ പരാതിപ്പെടാൻ തക്ക വിധത്തിലുള്ള ഒരു കാര്യവും ഒരു കാരണവശാലും ഒരാളോട് ഞാൻ ചെയ്യത്തില്ല. അറിയാതെ പോലും എൻ്റെ കയ്യിൽ നിന്നും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല മറ്റൊരാളോട്. അതിൻ്റെ ലാഞ്ചന പോലും ഉണ്ടായാൽ അപ്പോൾ തന്നെ ഞാൻ ക്ഷമ പറഞ്ഞ് മേലിൽ ആവർത്തിക്കാതിരിക്കുന്നതായിരിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതൊന്നുമല്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റത്തെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും ഒന്നും അറിയത്തില്ലാത്ത അല്ലെങ്കിൽ അരയും മുറിയും അറിവുള്ള ചില ആളുകളുടെ ഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കാര്യങ്ങളാണിത്. അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. പ്രത്യക്ഷത്തിൽ പരോക്ഷമായിട്ട് ഞാൻ തന്നെ എൻ്റെ തലച്ചോറിൽ നിന്ന് ജന്മമെടുത്ത കാര്യമാണ് ഈ റിലേഷൻഷിപ്പ്. അതെങ്ങനെ തുടങ്ങി, എങ്ങനെ കൊണ്ടുപോയി, എങ്ങനെ അവസാനിക്കണം, എങ്ങനെയൊക്കെ അതിൻ്റെ വശങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണത് മുന്നോട്ട് പോകുന്നത്, A to Z കാര്യം എനിക്കറിയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയെല്ലാം വളച്ചൊടിക്കാമെന്നും എങ്ങനെയെല്ലാം ഏതെല്ലാം രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്നൊക്കെ എനിക്കറിയാം. എന്നാലും വളരെ മാന്യമായിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു കാര്യം സംഭവിക്കുമ്പോൾ അതിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്ത കാര്യത്തിന് പബ്ലിക്കിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. 2, എൻ്റെ പേരിൽ എൻ്റെ ഓപ്പോസിറ്റ് ഒരാൾ കംപ്ലൈൻറ്റ് പറയാനും പോകുന്നില്ല. ആ നിലയ്ക്ക് സുഖമായിട്ട് എനിക്കവിടുന്ന് ഇറങ്ങി ഇങ്ങ് പോരാം, വളരെ സുഖമായിട്ട്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും മോശമായിട്ടൊരു കാര്യം ചെയ്യുന്ന ആളല്ല. പിന്നെ എന്തുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ സാഹചര്യം വേണമെങ്കിൽ കണ്ടെത്തി മനസ്സിലാക്കുക, അത്രേ പറയാനുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇത് ഞാൻ ചെയ്തത് ഞാനൊരു ജോലിക്കാരനോ ഒരു പഠിക്കുന്ന ആളോ അല്ല. അതുകൊണ്ട് ഞാൻ ആരുടെയും കീഴിലുള്ള ആളുമല്ല, എനിക്കൊരു വക റെസ്ട്രിക്ഷൻസും ഇല്ല. അപ്പോൾ എൻ്റെ ഫീൽഡ് അങ്ങനെയൊരു മാക്സിമം സ്വാതന്ത്ര്യമുള്ളൊരു ഫീൽഡ് ആയതുകൊണ്ട് ആണ് എനിക്കിത്തരം കാര്യങ്ങൾ, ഞാൻ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ടും, ചെയ്യാൻ ഇത്തരം മീൻസ് ഇത്തരം പർട്ടിക്കുലർ കാര്യങ്ങളല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ഇനി ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ടും, കാരണം എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനത് ചെയ്യുന്നത് മീൻസ് എനിക്കത് എന്താ പറയുക, ഞാനത് ചെയ്യുന്നത് എനിക്ക് എൻ്റെ ഒരു ഫീൽഡ് ഇതായതുകൊണ്ടാണ്, എൻ്റെ ഒരു ലൈഫ് സ്റ്റൈല് ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഇപ്പം എങ്ങനെ വിവരിക്കണം എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കുറച്ചുകൂടി പോപ്പുലറായി കഴിയുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോൾ തൽക്കാലം എനിക്ക് പ്രൊജക്റ്റ് ചെയ്ത് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. കാര്യങ്ങൾ കൺവേ ചെയ്യണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഇങ്ങനെ ചെയ്താൽ മാത്രം പോരല്ലോ, അതിൽ നിന്നും കുഴപ്പം തട്ടാതെ
ഊരിപ്പോരുന്നതും ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടം കൊണ്ട് അവസാനിച്ചില്ലല്ലോ. എന്തൊക്കെയാണേലും ഒരു കാര്യം ചെയ്തത് ശരിയല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരിടത്തോട്ടും ഞാൻ ഒളിച്ചോടാൻ പോകുന്നൊന്നുമില്ല. ഞാൻ പോപ്പുലറാകുന്ന സമയം കുറഞ്ഞ പക്ഷം ഞാൻ പോപ്പുലറാകുന്ന സമയത്തെങ്കിലും എന്നെപ്പറ്റി ആളുകൾ ഇഴകീറി പഠിച്ച് പരിശോധിക്കും. അന്നേരം എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ കയ്യിൽ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഉത്തരങ്ങളുണ്ടായിരിക്കും. പിന്നെ ഒരിക്കലും മോശമായിട്ടുള്ളൊരു കാര്യം ആരോടും ഞാൻ ചെയ്യത്തില്ല. അങ്ങനെ മോശമായിട്ടുള്ളൊരു ആളെ അല്ല ഞാൻ. ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത്, അല്ലെങ്കിൽ ഞാനായിരിക്കുന്ന ഒരവസ്ഥയിൽ, അതായത് എൻ്റെ ലൈഫിൻ്റെ എൻ്റെ ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട, എൻ്റെ സിനിമാ കരിയറുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ എനിക്ക് സമൂഹത്തോട് മറ്റാരെക്കാളും കടപ്പാടുകളും കടമകളും അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ മറ്റാരെക്കാളും എനിക്ക് ഒരു റെസ്ട്രിക്ഷനോ എനിക്ക് ആരുടെയും ഓർഡർ അനുസരിക്കേണ്ടതായിട്ട് ഇല്ലാത്തതും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു മനുഷ്യൻ പെരുമാറുന്ന ഏറ്റവും മര്യാദ ഉള്ള രീതിയിൽ പെരുമാറാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് എനിക്ക് തിരിച്ചറിവുള്ള കാര്യമാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ പോലും ഞാൻ ക്ഷമ പറയാൻ ബാധ്യസ്ഥനാണ്. അത് ഞാൻ പാലിച്ചു പോരുന്ന കാര്യം കൂടെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ കീറി മുറിച്ചേ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻ ദ എൻഡ് അതെല്ലാം ഭംഗിയായിട്ട് കലാശിക്കും. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കും എന്ന് 100% ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉറപ്പുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യമാണ് പ്രധാനം, ഞങ്ങളുടെ ലൈഫാണ് പ്രധാനം ആത്യന്തികമായിട്ട് നോക്കുമ്പോൾ, ബാക്കി എന്തൊക്കെ പറഞ്ഞാലും. അപ്പം അതുകൊണ്ട് തന്നെ പുറത്ത് ആൾക്കാർ എന്ത് പറയുമെന്നോ പുറത്ത് എന്ത് സംഭവിക്കുന്നോ ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യമില്ല. എൻ്റെ ഓപ്പോസിറ്റുള്ള ആൾക്കും വിഷയമുള്ള കാര്യമല്ല. എനിക്ക് അത്രയും കൂടെ വിഷയമില്ലാത്ത ആളാണ് ഞാനെന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതിൻ്റെ കാര്യം ഞാൻ ഈ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് വെറുതെ ഹിബോണയൊക്കെ കളിയാക്കിക്കൊണ്ടും ഹിബോൺ എവിടം വരെ പോകുമെന്ന് നോക്കിക്കൊണ്ടും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വെറുതെയാണ്. ഞാൻ എവിടം വരെ പോകണമെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്, അവിടം വരെ പോവുകയും ചെയ്യും. വളരെ സുഗമമായിട്ട് പോകും. ഞാൻ കിടന്ന് ബുദ്ധിമുട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലോട്ട് എത്താൻ എനിക്ക് കുറച്ച് വില കൊടുക്കണം. അത് ഞാൻ കൊടുത്തേ പറ്റത്തുള്ളൂ. അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പക്ഷേ ഇതൊരു ബുദ്ധിമുട്ടല്ല. ഒരു പർവ്വതാരോഹകൻ കഷ്ടപ്പെട്ടല്ലേ മല കയറുന്നത്. അപ്പോൾ ആ ഒരു ഇതേ ഉള്ളൂ. കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ കയറണം എന്നുള്ള എൻ്റെ ആഗ്രഹമാണ്. അപ്പം ഇതുപോലെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. അപ്പോൾ വളരെ സുഗമമായിട്ട് ഇറങ്ങിപ്പോരാം എന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്തത്. എന്ന് വെച്ച് ഇത് ആവർത്തിക്കാൻ കൊള്ളാവുന്ന കാര്യമാണെന്നോ നല്ല കാര്യമാണെന്നോ എന്നുള്ളതൊന്നുമല്ല. എൻ്റെ കാര്യം നടക്കാൻ ഇത് വേണമായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് കാര്യം ഞാൻ നടത്തി. പക്ഷേ ഇൻ ദ എൻഡ് എൻ്റെ കാര്യം നടക്കുന്ന മുറയ്ക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തി. ഏതെങ്കിലും തരത്തിൽ ഞാൻ കാരണം പരിക്ക് പറ്റിയവരുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മാപ്പൊക്കെ പറഞ്ഞ് പിരിയാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഞാനാണ്. എനിക്ക് അവസാന നിമിഷം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ പല ആളുകളിൽ നിന്നും ഉണ്ടായി. അപ്പോൾ ഞാൻ കാണിച്ച മര്യാദകൾക്കൊന്നും എനിക്ക് തിരിച്ച് നല്ല റിസൾട്ടല്ല കിട്ടിയത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ പുറമെ എന്നെ മര്യാദ കൂടി പഠിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ്? അതിൽ എന്ത് ന്യായമാണുള്ളത്? പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ദ എൻഡ്
എൻ്റെ പരാതികളൊക്കെ ഞാൻ ബോധിപ്പിച്ച് കഴിഞ്ഞല്ലോ. ഇൻ ദ എൻഡ് ഞാൻ ആ കെട്ടിടത്തിൽ നിന്ന് ഞെളിഞ്ഞിറങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മേജർ കാരണം നിങ്ങളെപ്പോലെ ഒരാൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങളെപ്പോലെ ഒരാൾ, നിങ്ങളുടെ ഡിസിപ്ലിൻ മൊത്തത്തിൽ അവിടെ ഒരു നല്ല എന്താ പറയുന്ന ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം അവിടെ വന്നതിൽ നിന്ന് എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ഞെളിഞ്ഞിറങ്ങി പോകുന്നതിൽ ഒരു ക്രെഡിറ്റ് നിങ്ങൾക്കുള്ളതാണ്. അതിൽ ഞാൻ താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കൽ കണ്ട് ഏതെങ്കിലും വിധേന പരസ്പരം അറിഞ്ഞ ആളുകളെ വീണ്ടും പല സാഹചര്യങ്ങളിലും കണ്ടുമുട്ടാൻ ഇടവന്നിട്ടുണ്ട്, വളരെ വൈകിയാണെങ്കിൽ. അപ്പോൾ ഉടനെ തന്നെ നിങ്ങളെ പരിചയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ.